ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ വെൽനസ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീ രാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. സർ, ചെറുപ്പക്കാരിൽ എക്സസൈസ് ചെയ്യാനുള്ള ഒരു തീക്ഷ്ണതയും ഒരു ആവേശം, ഒരു മോട്ടിവേഷനും ഒക്കെ കാണുമല്ലോ. അതുപോലെ പ്രായമുള്ളവരിൽ നമുക്ക് എങ്ങനെ ആ ഒരു എക്സസൈസ് പ്ലാനും ആ ഒരു മോട്ടിവേഷനും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും? നല്ല ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ മധ്യവയസ്കർക്കോ നമ്മൾ എക്സസൈസ് കൊടുക്കുമ്പോൾ അവർ സാധാരണ നമ്മൾ പ്രത്യേകം അവർ ഈ ജിമ്മിൽ പോയി ചെയ്യുന്ന എക്സസൈസസ് ഒന്ന് ഈ വെയിറ്റ് പൊക്കുക, അല്ലെങ്കിൽ ജോഗിങ്, റണ്ണിങ്, അങ്ങനെയുള്ള ട്രെഡ്മില്ല് ഓടുക, അല്ലെങ്കിൽ സ്റ്റേഷനറി സൈക്കിൾ ഓടുക, സൈക്ലിംഗ് ചെയ്യുകയാണ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് സാധാരണ അവർ ഇൻവോൾവ് ആവുന്നത്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് എക്സസൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഈ ടൈലേർഡ് എക്സസൈസസ് എന്ന് പറയും. അതായത് ഓരോ വ്യക്തിക്കും ആവശ്യമായ കോമ്പണൻറ്റ്, അതിൻ്റേതായ ഘടകങ്ങൾ നമ്മൾ എക്സസൈസിൽ ചേർക്കുകയാണ്. അവരുടെ എക്സസൈസ് എന്ന് വെച്ചാൽ ആ റെഗുലർ എക്സസൈസസ് യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന എക്സസൈസിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. അതായത് നമ്മൾ കൂടുതലും ഫങ്ഷണലായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഫങ്ഷണൽ ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഒരു ഡമ്പലെടുത്ത് നമ്മൾ പൊക്കുന്നതും ചുമ്മാ മേളിലോട്ട് പൊക്കുന്നതൊക്കെ ഒരു ആക്ഷനാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ചെയ്യുമ്പോൾ അതൊരു ഫങ്ഷനായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്കൊരു ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ടൈലറിങ് ഹോബിയായിട്ട് ടൈലറിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അതിന് വേണ്ടിയ ആ കോമ്പണൻസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് എൽബോ മടക്കുമ്പോൾ വേദനയുണ്ടെങ്കിൽ അതിനുള്ളത് കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ ഈ സൂചി പിടിക്കാനുള്ള പ്രിസിഷൻ എന്ന് പറയും. നമ്മളൊരു സൂചിയും പിടിക്കാം, ഹാമറും പിടിക്കാം, ചുറ്റികയും പിടിക്കാം. പക്ഷേ ഹാമർ പിടിക്കുന്ന ഗ്രിപ്പും സൂചി പിടിക്കുന്ന ഗ്രിപ്പുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സൂചി പിടിക്കുന്നത് വളരെ പ്രിസിഷനോടെ ഡെലിക്കേറ്റ് ആയിട്ടാണ് പിടിക്കേണ്ടത്. അത് ആഞ്ഞു പിടിക്കത്തുമില്ല. അതേ സമയത്ത് അതിന് തക്കതായ ഗ്രിപ്പ് ഹോൾഡ് ചെയ്ത് അത് വേണം അത് പിടിക്കാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും. ആ സൂചി വെച്ച് വളരെ സോഫ്റ്റായിട്ടായിരിക്കും അത് ഒരു തുണി കൂടി പുഷ് ചെയ്ത് വെളിയിലെടുക്കുന്നത്. സോ അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. സോ അതുപോലുള്ള എക്സസൈസസ് ആയിരിക്കും നമ്മളവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതും അവിടെ വ്യക്തികൾക്ക് ട്രെയിൻ ചെയ്യുന്നതും. സോ അതുപോലെ തന്നെ ഇപ്പോൾ ചില വീടുകളിലൊക്കെ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കാന്നുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ. സോ അങ്ങനെ വിളക്ക് കത്തിക്കണമെങ്കിൽ ഫയർ ഹാൻഡിൽ ചെയ്യണം. സോ ഇതൊക്കെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ ചിലപ്പോൾ വിളക്ക് കത്തിക്കുമ്പോഴോ വിളക്ക് ഹാൻഡിൽ ചെയ്യുമ്പോഴോ ആ ഒരു കോർഡിനേഷനോ ബാലൻസോ ഇല്ലാതായി വരുമ്പോഴാണ് ഈ വിളക്ക് അടുത്തോട്ട് പിടിക്കുമ്പോഴത്തേന് ഒരു വിശേഷ ദിവസമായിരിക്കും. ഈ വിളക്ക് പിടിക്കുമ്പോഴായിരിക്കും സാരിയെ കയറി തീ പിടിക്കും. അത് ആ ബാലൻസ് മാറുന്ന, അല്ലെങ്കിൽ വിളക്ക് ചരിയുന്നതായിരിക്കും. ആ ബാലൻസ് മാറുമ്പോഴത്തേന് തുണിയെ തീ പിടിക്കുമ്പോഴത്തേന് നമുക്കറിയാമല്ലോ അത് എന്തും എത്രമാത്രം ഡേഞ്ചറസ് ആകാം. പിന്നീട് ആ തീ അണയ്ക്കാനായിട്ട് അവർ കൈയിട്ടടിക്കും. അതും പ്രകാരം വയറിൻ്റെ അവിടെ സ്റ്റമക്കിൻ്റെ ഭാഗം അവിടെ ബേൺസ് ആകും. തീ അണയ്ക്കാൻ നോക്കുമ്പോൾ കൈ ബേൺസ് ആകും. ഇങ്ങനെ പല സിറ്റുവേഷൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഈ കൈയുടെ പൊസിഷനും ഒരു വിളക്കിൻ്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് എന്തായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഒരു വിളക്കല്ലേ പിടിച്ചേ. അത് സാധാരണയായിട്ട് ഞാൻ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമല്ലേ. സോ അവർ പെട്ടെന്ന് അവിടുന്ന് ഒരു പ്രായത്തിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ക്രമേണ വന്ന ഒരു ചേഞ്ച് ആയിരിക്കാം. പക്ഷെ അവരത് റിക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അവർ വേറെ ഇതിനു മുമ്പ് ഒരുപക്ഷെ കിച്ചണിൽ എന്തെങ്കിലും എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുമ്പോൾ പാത്രം കയ്യിൽ നിന്ന് പോയി കാണും, താഴോട്ട് വീണ് കാണും. അതവർ സാധാരണമായിട്ട് എടുത്ത് കാണും. ഇത് അറിയാതെ തെന്നി വീണതാണ്. പക്ഷെ അവിടെ തെന്നി വീണതായിരിക്കത്തില്ല. ഇവരുടെ ആ കൈയുടെ ഫങ്ഷൻ ചെറുതായിട്ട് അതിൻ്റെ ആ കണ്ടീഷൻ മോശമായതാണ്. മോശമെന്ന് വെച്ചാൽ നമ്മളത് ഈ പറയുന്ന പോലെ നമ്മുടെ ആൾക്കാർക്ക് ഈ മോശമെന്ന് പറയുന്നത് ഒരുപക്ഷെ തളർവാദമോ അങ്ങനെ വലിയ കാര്യങ്ങൾ വന്നാലായിരിക്കും മോശമെന്ന് പറയുന്നത്. പക്ഷേ നോട്ട് നെസസറിലി. നമ്മളെ കൊണ്ട് ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ആ ക്വാളിറ്റി മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മളത് റിക്കഗ്നൈസ് ചെയ്തിരിക്കണം. അതിനാണ് ഡീകണ്ടീഷനിങ് എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെ വലിയൊരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റോ അതിനുവേണ്ടിയല്ല നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ഡിപ്പ് ഇൻ ക്വാളിറ്റി ഓഫ് ആക്ടിവിറ്റി, അതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം ഡേഞ്ചറസ് ആകാമെന്നുള്ളത് ഈ ഒരു എക്സാമ്പിൾ, ഈ വിളക്കിൻ്റെ ഒരു എക്സാമ്പിളിൽ കൂടെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അറിയാതെ കൈ സ്ലിപ്പായതിന് മൂലം കൈ കട്ട് ചെയ്യുക, മറ്റേ ഓപ്പോസിറ്റ് കൈ കട്ട് ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസാണ്, നമ്മുടെ ആ കൺട്രോൾ വിട്ടുപോകുന്നതിൻ്റെ എക്സാമ്പിൾസാണ്. സോ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആക്ടിവിറ്റീസിനുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഈ പ്രായമായ ഒരു സ്ത്രീ, പുള്ളിക്കാരി അമ്മച്ചി വീട്ടിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നില്ലായിരിക്കും, വെജിറ്റബിൾസോ എന്തോ ആയാലും കട്ട് ചെയ്യുന്നില്ലായിരിക്കും. കുക്കിങ്ങിന് ഡയറക്റ്റ് കുക്കിംഗ് മാത്രമേ ചെയ്യുന്നുള്ളായിരിക്കും. വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേറെ ഡൊമസ്റ്റിക് ഹെൽപ്പ് കാണുമായിരിക്കും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുള്ളിക്കാരിക്ക് അതിനുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കും. കുക്കിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ഈ യൂട്ടൻസിൽസ് ഹാൻഡിൽ ചെയ്യുക, സ്പൂൺസ്, പലതരത്തിലുള്ള കരണ്ടികൾ ഹാൻഡിൽ ചെയ്യുക, അതിൻ്റെ ഗ്രിപ്പിനെ കുറിച്ചുള്ള അഡ്വൈസസ്, ഗ്രിപ്പ് എത്രമാത്രം ഇരിക്കണം, അതിനുള്ള അഡ്വൈസ്, പുള്ളിക്കാരിയുടെ ഹാൻഡിൻ്റെ പവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ചെറിയ ഗ്രിപ്പുള്ള യൂട്ടൻസിൽസും ഈ കരണ്ടികൾ മതിയോ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയ സ്പൂൺസ്, അതിന് ഉള്ള അതിൻ്റെ ഗ്രിപ്പ് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും, അതിനുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഗ്രിപ്പിനുള്ള സിമുലേറ്റ് ചെയ്യുന്ന പല ആക്ടിവിറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. സോ അങ്ങനെയുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതൊക്കെ ഡേ ടു ഡേ ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അതിൻ്റെ മോഡറേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് വരുന്നതാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ആ വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ ആഗ്രഹം അവരുടെ അമ്മയുടെ കുക്കിങ് വേണം, അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനോടായിരിക്കും താല്പര്യം. സോ അങ്ങനെ വരുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും അവർക്ക് ഇഷ്ടം. അത് തന്നെ ഒരു നെസസിറ്റിയാണ്. അപ്പോൾ അത് മോഡറേറ്റ് ആണോ അതോ ബേസിക് ഏരിയയിലാണോ എന്ന് പോലെ അവിടെ സംശയം വരും. സോ അവർ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോഴത്തേന്, ദിനവും ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ അതിൻ്റേതായ പ്രസക്തി അതിനുണ്ടല്ലോ. സോ അത് ചെയ്യാൻ വയ്യാതിരിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് മാത്രമല്ല മറ്റേ ഫാമിലി മെമ്പേഴ്സിനും ചിലപ്പോൾ കാണും. എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്നു, ഒരു ദിവസം കഴിക്കും, 2 ദിവസം കഴിക്കും, 3-ാമത്തെ ദിവസം നമുക്ക് തിരിച്ചും വീണ്ടും വീട്ടിലെ ഫുഡ് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചു പോകും, അല്ലേ? സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കുക്കിങ്ങിന് വരുമ്പോഴും ഇതിനുള്ള ട്രെയിനിങ്, കുക്കിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ റിലീജിയസ് ബിലീഫ്സ്, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല മതസ്ഥർ പല രീതിയിലായിരിക്കും പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ചിലപ്പോൾ ചിലർ ചേറായിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർക്ക് തറയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിരിക്കും താല്പര്യം. എന്നാലേ അവർക്ക് അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഇത്രയും നാൾ ഞാൻ തറയിലിരുന്നാണ് പ്രാർത്ഥിച്ചത്, ഇപ്പോൾ പഴയതുപോലെ എനിക്ക് തറയിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ കാരണം അവർ ചിലപ്പോൾ ഇരുന്നുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ അവർക്ക് ശരിക്കും ആ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് തറയിലിരിക്കുമ്പോഴായിരിക്കും, ഒരു പായയിലിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു മാറ്റയിലിരിക്കുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ ചിലർ മുട്ടുകുത്തിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇത്രയും നാൾ ഞാൻ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ച്, ഇപ്പോൾ എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് മുട്ടിന് വളരെ വേദനയുണ്ട്, അല്ലെങ്കിൽ മുട്ടുകുത്തി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എഴുന്നേക്കാൻ നേരം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചാൽ എഴുന്നേക്കേണ്ടി, എനിക്ക് പിടിക്കാനൊരു സ്ഥലമില്ല, ചുവരേ ഉള്ളൂ, ചുവരെ പിടിച്ച് എഴുന്നേക്കാനും പറ്റത്തില്ല, തൊടാനേ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒത്തിരി പേർക്ക് പല പ്രയാസങ്ങളുണ്ടാകുന്നുണ്ട്. അതിന് തക്കതായ ട്രെയിനിങ്, സിമുലേഷൻ ട്രെയിനിങ്, ഫങ്ഷണൽ ട്രെയിനിങ് ഇവിടെ കൊടുക്കാൻ സാധിക്കും. സോ അങ്ങനെ കുക്കിംഗ് ആയാലും അല്ലെങ്കിൽ പ്രേയിങ് ആയാലും, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ പല വീടുകളിൽ അവർ ഈ ഷോ പീസസ് ഒക്കെ വെക്കുമല്ലോ. അപ്പോൾ ചില പ്രായമുള്ള സ്ത്രീകൾക്കുള്ള ഒരു ഹോബിയാണ് ഓരോ മാസം ഓരോരുത്തടുത്ത് വയ്ക്കുക, അടുത്ത മാസം അത് വേറെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുക. അത് അവരുടെ ഒരു ഹോബി അല്ലെങ്കിൽ പാഷനായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ആ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനം പിടിക്കുന്നതിന് അതിൻ്റേതായ ഒരു ഫോഴ്സേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫെദർ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആഞ്ഞു പിടിക്കത്തില്ല. അതേസമയത്ത് വെയിറ്റ് ഉള്ള ഒരു കാര്യമാണെങ്കിൽ അത് ആ സാധനത്തിൻ്റെ ഡെലിക്കസി അനുസരിച്ചായിരിക്കും, ഡെലിക്കേറ്റ്നെസ് അനുസരിച്ചായിരിക്കും നമ്മളത് പിടിക്കുന്നത്. അതായത് അത് മെറ്റലും കൊണ്ടുള്ള സാധനമാണെങ്കിൽ സാധാരണ രീതിയിൽ പിടിക്കുമായിരിക്കും, ഒരു റഫായിട്ട് പിടിക്കാം. അതേസമയത്ത് ഗ്ലാസിൻ്റെ ഒരു ഓബ്ജക്റ്റാണ്, പക്ഷേ ഹെവിയാണ്, വളരെ ഡെലിക്കേറ്റായിട്ട് പിടിച്ചായിരിക്കും നമ്മളത് മാറ്റി വയ്ക്കുകയും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുകയും പൊസിഷൻ റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്.
സോ അങ്ങനെയുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മളത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന് ബേസിക്കലി നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് അങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പല ഫാക്ടേഴ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സാധനം എടുത്തു അത് അങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മൾ ആ സാധനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊട്ട് നമ്മുടെ മൈൻഡിൽ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ഇന്ന സാധനമാണ്, അതിന് ഇത്ര വെയിറ്റ് ഉണ്ട്. പിന്നെ അത് കാണുമ്പോൾ അത് കയ്യിലെടുക്കുമ്പോൾ ഉള്ള നമ്മുടെ കൈ കിട്ടുന്ന അതിൻ്റേതായ ഭാരം, അതിൻ്റെ ഡെലിക്കേറ്റ്നെസ്, അതെന്താണ് സാധനം, ഗ്ലാസ്സാണ് അല്ലെങ്കിൽ ഒപ്പേക്കായിട്ട് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ്. പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസ്സോ അക്രലിക് ആയാലും അത് വളരെ ഡെലിക്കേറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതിന് നല്ല വെയിറ്റ് ഉണ്ട്, തിരിച്ച് വേറെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവയ്ക്കുക. സോ ഇത്രയും ഫങ്ഷൻസിൻ്റെ ഇടയിൽ ഇത്രയും നാൾ ഒരു 5-10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഈ ഡീകണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊരു പ്രോസസ്സാണല്ലോ. സോ പെട്ടെന്ന് ഒരു ദിവസം അത് എടുക്കുമ്പോഴായിരിക്കും അത് അറിയാതെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണ് അതിന് ക്ഷതമേറ്റ് അത് ഒടിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് അത് വളരെ വിലപ്പെട്ട ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണെങ്കിൽ, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഫോട്ടോ ഫ്രെയിം ആയിരിക്കാം. സോ അതിൻ്റേതായ സെൻസിറ്റിവിറ്റി മാറുമേ. കാരണം നമ്മൾ ഈ ഞങ്ങളുടെ OPD-യിലൊക്കെ ഞങ്ങൾ പേഷ്യൻസിനെ കാണുമ്പോൾ അവർ പറയുന്നത് സാർ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു, അത് കയ്യിൽ നിന്ന് വീണു, വളരെ വിഷമമായിപ്പോയി, അതെങ്ങനെ വീണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു ഹിൻ്റായിരിക്കും ഞങ്ങൾക്ക് തരുന്നത്. ആ ഒരു ഹിൻ്റ് വെച്ചായിരിക്കും ഞങ്ങൾ വേറെ ടെസ്റ്റ് നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന വേറെ പ്രശ്നത്തിനായിരിക്കും. പക്ഷേ ആ ഒരു ഹിൻ്റ് വെച്ച് ഞങ്ങൾ സ്പൈൻ തൊട്ട് എല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഇവർക്ക് ചെറിയ ന്യൂറോ മസ്കുലർ പ്രോബ്ലം സ്റ്റാർട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡീകണ്ടീഷനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ അതിനായിട്ടുള്ള എക്സസൈസസ് ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യും. പക്ഷെ നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റീസ് വരുമ്പോൾ പോലും അവർ ഇതെപ്പോഴും ഈ ഒരു സംശയം മൈൻഡിൽ കൊണ്ടുവരണം. സോ ഇതുപോലൊരു സംഭവം നടന്നല്ലോ, അത് എന്തുകൊണ്ടാണ് നടന്നത്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം എന്ന് വെച്ചാൽ അതൊരു വലിയ രീതിയിൽ കൊണ്ടുപോകാനല്ല, പക്ഷേ അതൊരു വലിയ പ്രോബ്ലം ആയി മാറാതിരിക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഒരു ആനുവൽ ചെക്കപ്പിന് തന്നെ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ എല്ലാ സിസ്റ്റംസും ഒന്ന് ചെക്ക് ചെയ്യും. സോ അതൊരു നല്ല പ്രവണതയാണ്. പ്രത്യേകിച്ച് ഈ കോമോർബിഡിറ്റീസ് ഉള്ളവർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ വേറെ ഫാമിലി ഹിസ്റ്ററി ഓഫ് പല അസുഖങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ അത് എപ്പോഴും ആനുവലി അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ട്രാവലിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്. ഇപ്പോൾ നമ്മളൊരു ട്രാവലിന് പോവാണ്, സ്റ്റെപ്പ് കയറണമായിരിക്കും, സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങണമായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ, ട്രെയിനിലാണെങ്കിൽ പോലും സ്റ്റെപ്പ് കയറണം, സ്റ്റെപ്പ് ഇറങ്ങണം. അതുപോലെ ട്രെയിനിലായാലും ബസ്സിലായാലും ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ലെന്ന് വരും. അല്ലെങ്കിൽ സീറ്റ് കിട്ടി പക്ഷേ സ്റ്റോപ്പ് അടുക്കാറായി, അന്നേരം എഴുന്നേറ്റ് കുറച്ച് ദൂരം നടന്ന് ഡോറിൻ്റെ അവിടം വരെ നടക്കേണ്ട ആവശ്യം വരും. എന്നിട്ട് പെട്ടെന്നായിരിക്കും ഡ്രൈവർ ബ്രേക്ക് അടിക്കുന്നത്. അല്ലെങ്കിൽ പെതുക്കെ ബ്രേക്ക് അടിച്ചാൽ പോലും അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു മൊമെൻറ്റം ഉണ്ട്, നമ്മൾ മുമ്പോട്ട് പോകുമായിരിക്കും അപ്പോഴും. അപ്പോൾ നമ്മുടെ കാലം കൊണ്ട് നമ്മൾ നിർത്തി ആ ബസ്സെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിന് ബാലൻസ് ആവശ്യമാണ്. സോ അങ്ങനെ പലർക്കും പല പ്രയാസങ്ങളും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ തെന്നി താഴെ വീണു. പ്രായമുള്ളവർ, ചെറുപ്പക്കാർ പോലും, ഇപ്പോൾ അതൊക്കെ വിദേശ നാടുകളിലും നടക്കും. ഇവർ ഈ മെട്രോ ട്രെയിനിലും അങ്ങനെ പല ട്രാൻസ്പോർട്ടിലും അവർ വേഗതയിൽ പോകുന്ന ട്രെയിൻ അല്ലെങ്കിൽ വേഗതയിൽ പോകുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് അടിച്ചപ്പോൾ കാല് പോയി മുമ്പോട്ട് പോവുക, കാലിൻ്റെ ലിഗമെൻറ്റ് കട്ടായി, അതുമൂലം കാല് ലിഗമെൻറ്റ് കട്ടായി, ബോഡി മുമ്പോട്ട് പോവും, കാല് തറയിൽ തന്നെ നിൽക്കും. പക്ഷേ എടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേന് ആ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വയ്യാതായി അവിടെ ലിഗമെൻറ്റ് കട്ടാവുന്ന ഒത്തിരി കേസസ് ഞങ്ങൾ കാണാറുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള അജിലിറ്റി ട്രെയിനിങ്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഡയറക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്, ബാലൻസ് ട്രെയിനിങ്, ടു ഫോൾ പ്രിവെൻഷൻ ട്രെയിനിങ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കാം, ഒരു കാലെടുത്ത് പുറയിലോട്ട് വയ്ക്കാം. നമ്മൾ മൂവ്മെൻറ്റ് ഡയറക്ഷൻ അനുസരിച്ച് അതിനുള്ള സ്പെസിഫിക് ട്രെയിനിങ്, അതിനുള്ള സർഫസ്, വോബിൾ സർഫസിൽ ഞങ്ങൾ ട്രെയിൻ ചെയ്യും, മൂവബിൾ സർഫസിൽ ട്രെയിൻ ചെയ്യും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചേഞ്ച് ഇൻ സർഫസസ് കൊടുക്കും. സോ ചേഞ്ച് ഇൻ സർഫസ് കൊടുക്കുമ്പോൾ ഏതൊരു സർഫസ് ആയാലും അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു റിഫ്ലെക്സ്, ഒരു ഇൻറ്റേർണൽ റിഫ്ലെക്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേന്, ഇപ്പോൾ ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു സിറ്റുവേഷൻ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് റിഫ്ലെക്സി വരും. അതേസമയത്ത് അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ ദിവസവും
ബസ്സിൽ പോവുകയോ എല്ലാ ദിവസവും ബസ്സിൽ പെട്ടെന്ന് അവർ ബ്രേക്ക് അടിക്കുകയോ ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരുപക്ഷെ താഴെ വീഴുന്ന ഈ ഹാൻഡിൽ ചെയ്യുന്നത് മൂലം താഴെ വീഴാതിരിക്കുമ്പോൾ അതുമൂലം വരുന്ന പല ചതവോ ഫ്രാക്ചേഴ്സോ എന്തോ ആയാലും അവോയ്ഡ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് കോർഡിനേഷനുമായിട്ട് റിലേറ്റഡ് ആണോ? കുറേയൊക്കെ ആണല്ലേ? തീർച്ചയായിട്ടും. ലിംബ് കോർഡിനേഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ട്രാവൽ പറഞ്ഞു, ഇപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ സൈക്കിള്, ഇപ്പോൾ ചിലർക്ക് സൈക്ലിംഗ് ഇഷ്ടമായിരിക്കും, അതൊരു ഹോബി ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലർ ട്രിപ്പ് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരൊക്കെ സൈക്കിളിൽ പോകുന്നു, അതുകൊണ്ട് എനിക്കും ഇനി സൈക്കിൾ ചെയ്യണം, അങ്ങനെ ആഗ്രഹിച്ച് സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്നു. അന്നേരമായിരിക്കും ബാലൻസ് ഇല്ലെന്ന് അറിയുന്നത്, വീഴും, പിന്നെ അത് വേറെ പ്രോബ്ലംസായി മാറും. പിന്നെ അതൊരു ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിന്നെയും ഡീകണ്ടീഷനിങ് ആകുകയാണ്. അതിൽ നിന്ന് വെളിയിൽ വരാൻ ഇച്ചിരൂടെ പ്രയാസപ്പെടണം, അല്ലെങ്കിൽ ഇച്ചിരൂടെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വേണം തിരിച്ച് ബാക്ക് ടു പ്രീമോർബിഡ് സ്റ്റേറ്റസ് വരാനായിട്ട്. സോ അതിനുള്ള ട്രെയിനിങ് കൊടുക്കും, സൈക്ലിങ്ങിനുള്ള ട്രെയിനിങ്, അതിന് എന്തൊക്കെ ട്രെയിനിങ് പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നത്, അതിന് സ്പെസിഫിക് ആയിട്ട് കോർ സ്റ്റെബിലിറ്റി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഒരുപക്ഷെ അവർ ഇത്രയും നാളും യൂസ് ചെയ്യാത്ത മസിൽസൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്ത് അത് നമ്മൾ ഓരോ എക്സസൈസും പുതിയതായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ സോർനെസ് കാണും. ആ സോർനെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഹാൻഡിൽ ചെയ്തിട്ട് അതിന് എന്തൊക്കെ സിംറ്റം എന്ന് വെച്ചാൽ ഈ വേദന അല്ലെങ്കിൽ സ്വെല്ലിങ് അതൊക്കെ ഡെവലപ്പ് ആകും. ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതൊക്കെ ഡെവലപ്പ് ആകും. അതൊക്കെ എങ്ങനെ കുറച്ചുകൊണ്ട് വരാം. കാരണം നമ്മൾ പുതിയതായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സോർനെസ്സും ടു ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് വരെ സ്വെല്ലിങ്ങും ഒക്കെ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ കാറ് ട്രാവൽ ചെയ്യേണ്ട ആളാണെങ്കിൽ പോലും കുനിഞ്ഞ് കാറയിലോട്ട് കയറണം, കുനിഞ്ഞ് ഇറങ്ങണം. കാറിൽ കയറണമെങ്കിൽ നമുക്ക് കുനിയണമല്ലോ, എങ്ങനെയായാലും കുനിയേണ്ടി വരും. സാധാരണ സെഡാൻ കാറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു SUV ആണെങ്കിൽ അതിൽ ചവിട്ടി കയറേണ്ടി വരുമായിരിക്കും. ചവിട്ടി കയറണമെങ്കിലും നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ച് മുകളിലോട്ട് കയറണം. അതിനും കാലിന് സെപ്പറേറ്റ് ട്രെയിനിങ് വേണം. മനസ്സിലായോ? സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കും. കാരണം അവർ നമ്മളൊരു ബേസിക് അസസ്മെൻ്റ് അവിടെ നടത്തും. ആ അസസ്മെൻറ്റിൽ തന്നെ അവർ പറയും ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന്. അപ്പോൾ ആ ബുദ്ധിമുട്ടനുസരിച്ചുള്ള കാര്യങ്ങൾ, അവർക്ക് എന്താണ് പ്രയാസമുള്ളത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ, ഫിസിക്കലായിട്ട് എന്തോ പ്രയാസമുള്ളത് അതനുസരിച്ചുള്ള കാര്യങ്ങളും അതിൻ്റേതായ ട്രെയിനിങ്ങും ആയിരിക്കും നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ അതിന് ബേസിക്കലി നമ്മൾ ആദ്യം അസസ്മെൻ്റ് എടുത്ത് അതിൻ്റേതായ ഫുൾ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ട് ഇതായിരിക്കും അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ റീഅസസ് ചെയ്യും, ഇത് ഈ ലെവലിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അതിലും സിമ്പിളായിട്ട് പോകണോ ആദ്യം. പിന്നെ റീഅസസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യും. എന്നിട്ട് പിന്നെയും അവർക്കത് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ളത് ചെയ്യിച്ചിട്ട് പിന്നെ സ്വല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് പോയിട്ട് പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലോട്ട് പോകും. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ഈ പ്രായമുള്ളവർക്ക് നമ്മൾ യങ്സ്റ്റേഴ്സിനെ പോലെ ആക്റ്റീവ് ആവണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവരെയും കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പിന്നെ അവരുടേതായ പല ഹോബീസ് ഉണ്ടല്ലോ. ഹോബീസ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ എഴുതുന്നതായിരിക്കും, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗാർഡനിങ് ആയിരിക്കും. ചിലർക്ക് അവരെ തന്നെ മേക്കപ്പ് ചെയ്യുന്നത് ഒരു താല്പര്യമുള്ള കൂട്ടത്തിലായിരിക്കും. അല്ലെങ്കിൽ ചിലർക്കുള്ള കംപ്ലയിൻറ്റ് എനിക്ക് പഴയതുപോലെ മുടി ചീകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ട്, പാൻറ്റ് ഇടുമ്പോൾ പഴയ പോലെ പാൻറ്റ് പൊക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാല് പൊക്കാൻ പറ്റുന്നില്ല, കാല് പൊക്കുമ്പോൾ മറിഞ്ഞ് വീഴാൻ പോകുന്നതായിട്ടൊരു ഫീലിംഗ് വരുന്നു. അതൊക്കെ ബാലൻസാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയും നാളിതില്ലായിരുന്നു. പിന്നെ ക്രമേണ അത് കുറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പുള്ളിക്കാരനത് പോയി വാൾ സപ്പോർട്ട് എടുക്കും. ചവരെ പോയി ചാരി നിന്നുകൊണ്ടായിരിക്കും ഇടുന്നത്. അതൊരു ആ ഡ്രസ്സിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇന്നാണ് പുള്ളിയാൽ മനസ്സിലാവുന്നത് അത് ഇച്ചിരൂടെ മോശമായിട്ടുണ്ട്. ചാരി നിന്നാൽ പോലും എനിക്ക് സൈഡിലോട്ട് സ്വേ ആവുന്ന പോലെ ഉണ്ട്, ബാലൻസ് പോകുന്ന പോലെ ഉണ്ട്. അതേസമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അതുപോലെ ചാരി നിൽക്കാനൊരു സർഫേസ് കിട്ടുന്നില്ല, അന്നേരം ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ചാർട്ട് ചെയ്തിട്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ ഗാർഡനിങ് ഒക്കെ ചിലർക്കത് ഹോബിയാണ്. ഗാർഡനിങ് ഒക്കെ പറയുന്നത് ഈ ലീഷർ ADLC വരും. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ചിലർക്ക് അവരുടേതായ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനും ചെറിയ ചെറിയ കൃഷി കാര്യങ്ങൾ, ഇപ്പോൾ ഇഞ്ചി, പയർ, പാവൽ, അങ്ങനെ പടവലം, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കാണുകയും അതുപോലെ ഓർഗാനിക്
വെജിറ്റബിൾസൊക്കെ കഴിക്കണം, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെ കഴിക്കണമെന്ന് താല്പര്യമുള്ളവർ കാണും. സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതിനനുസരിച്ചുള്ള എക്സസൈസ് നമ്മൾ കൊടുക്കുക. അത് പല എക്സസൈസുണ്ട്. ഗാർഡനിങ് നമ്മൾ നിന്നുകൊണ്ടല്ല ചെയ്യുന്നത്, കുത്തി ഇരുന്നുകൊണ്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അതിനതൊക്കെ കുത്തി ഇരുന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ മുട്ട് കുത്തിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത്. സോ അതിനുള്ള എക്സസൈസസ് കാലുതൊട്ട് പിന്നെ സ്പൈൻ വരെ. സ്പൈന് ബെൻഡ് ചെയ്യണം, ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്യേണ്ട രീതികളുണ്ട്, എങ്ങനെ സേഫായിട്ട് ബെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത്, എവിടെയാണ് വേദന വരുന്നത്, അതിന് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും, അതിന് നമ്മൾ എന്തൊക്കെ എക്സസൈസ് കൊടുത്താൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൈ പൊക്കണം, താക്കണം, ടൂൾസ് എടുക്കണം. ഗാർഡനിങ്ങും വേണ്ടിയതായ ടൂൾസ് എടുക്കണം. ടൂൾസ് എടുത്ത് അത് ചെയ്യുമ്പോൾ അതെന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അത് സ്വല്പം സ്ട്രെങ്ത് ട്രെയിനിങ്ങും ബാലൻസ് കോർഡിനേഷൻ എല്ലാത്തിൻ്റെയും ഒരു ക്ലസ്റ്ററാണ് അവിടെ. സോ അതനുസരിച്ച് നമ്മൾ അത് റെഗുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ പല ആക്ടിവിറ്റീസാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ബിലീഫ്സ്, ബേസ്ഡ് ഓൺ ട്രഡീഷൻസ്, ബേസ്ഡ് ഓൺ ഹോബീസ്, ബേസ്ഡ് ഓൺ കൾച്ചർ. അങ്ങനെ പല രീതിയിൽ. ഇപ്പോൾ കൾച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ആൾക്കാർക്കൊക്കെ തറയിലിരുന്ന് എന്നൊക്കെ ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് തറയിലിരുന്ന് കഴിക്കുന്നതാണ് അവരുടേതായ രീതി. അവർ ഫാമിലിയായിട്ട് തന്നെ എല്ലാവരും ഒത്തിരി അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ആയിരിക്കത്തില്ല, പക്ഷേ ഒത്തിരി പേർക്ക് അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. തറയിലിരുന്ന് കഴിക്കുക, എന്നിട്ട് എഴുന്നേൽക്കുക, അതൊരു ട്രഡീഷണൽ വേ ആയിട്ട് അവർ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളാണ്. സോ അതും ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക്. സോ തറയിലിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ കാല് മടക്കി അവിടെ ഇരിക്കണം, പിന്നെ കുനിഞ്ഞ് കൈ കൊണ്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് നിവരും, എഴുന്നേൽക്കണം. ആ സിറ്റിംഗ് പൊസിഷനിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ മറ്റേ സാധാരണ നമ്മൾ എഴുന്നേൽക്കുന്ന പോലെയല്ല, രണ്ട് കൈയുടെ ഹെൽപ്പില്ല. ഒരു കൈ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ അഴുക്കായിരിക്കുകയാണ്, അല്ല ഫുഡ് പെരണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കൈ നമുക്ക് സപ്പോർട്ടിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റ കൈ കൊണ്ട് വേണം സപ്പോർട്ട് ചെയ്ത് എഴുന്നേൽക്കാൻ. സോ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്തിട്ട് അവരുടെ നീഡ് എന്താണ് അതനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ബ്രീഫായിട്ട്. അല്ലാതെ നമ്മൾ ഒത്തിരി എക്സാമ്പിൾസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹന്തി കാണത്തില്ല, ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. താങ്ക് യു സാർ. ഇന്ന് നമ്മൾ കേട്ടത് പ്രായമായവർക്ക് എന്തുമാത്രം വ്യത്യസ്തമായിട്ട് ചെറുപ്പക്കാരെ പോലെ അതുപോലെ വ്യത്യസ്തമായിട്ട് എക്സസൈസ് ചെയ്യാം എന്നതിനെ പറ്റിയായിരുന്നു. അതുപോലെ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ ഇതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിനെ പറ്റിയാണ് സാർ നമ്മളോട് സംസാരിച്ചത്. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സാറുമായിട്ട് ചോദിച്ചറിയാം. നന്ദി, നമസ്കാരം.